ഇയേഴ്സ് എടുത്ത് ബിൽഡ് ചെയ്തൊരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആയിരിക്കാം, പക്ഷെ അത് തകരാനായിട്ട് ഒരു ഒറ്റ ഇൻസിഡൻറ്റ് മതി. ഒരു കസ്റ്റമറുടെ ഡേറ്റ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നറിയാതെ നമ്മൾ എടുത്ത് പെരുമാറുന്ന ഒരു രീതി, അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ജയകുമാർ സർ, വെൽക്കം ടു ചാനൽ. ഈ നമ്മൾ ഒരുപാട് വുമൺ ഓൺടർപ്രണേഴ്സ് ഉണ്ട്, അല്ലാതെ ഒരുപാട് വർക്കിംഗ് വിമൻ ആയിട്ടുള്ള ആളുകളുണ്ട്. എവ്രിബഡി ഈസ് ലിസ്ണിങ്, ഓരോരുത്തർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഷീ പവർ എന്ന് പറയുന്ന ഇവൻറ്റിൽ നിന്ന് വാട്ട് വുഡ് ബി ദെയർ ടേക്ക് അവേ? അത് അവരെ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത്? വാട്ട് ഡു യു തിങ്ക്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇവൻറ്റിൽ വന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ഒരു ഫൗണ്ടറായിട്ടുള്ള ചാനൽ ആമിൻ്റെ ഫൗണ്ടറായിട്ടുള്ള നിഷ തന്നെ, I think the way which she has curated this event, over a period of years, the last couple of years, it has actually reached to a really good format right now. ഇപ്പം ഇന്നത്തെ ഒരു അജണ്ട ഞാനിങ്ങനെ നോക്കുമായിരുന്നു. So every segment is getting covered. And that is something which is very, very important. അപ്പം ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് F9 എന്ന് പറയുന്ന കമ്പനീനെയാണ്. സോ F9 Infotech is the official cyber security partner for this event. But at the same time, if you really look at it, നമ്മൾ AI-നെ പറ്റി സംസാരിക്കുന്നു, ഡിജിറ്റൽ ട്രസ്റ്റിനെ പറ്റി സംസാരിക്കുന്നു, സൈബർ സെക്യൂരിറ്റിനെ പറ്റി സംസാരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ടച്ച് ചെയ്തുകൊണ്ട് ഒരു ഓൺടർപ്രണർഷിപ്പിൻ്റെ എല്ലാ ആംഗിൾസും, അതായത് ഇന്നത്തെ കാലത്തൊരു ഇഫ് ഇറ്റ് ഇസ് എ മെയിൽ ഓർ ഫീമെയിൽ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ യു ആർ ഇൻ ബിസിനസ്, യു നീഡ് ടു സർവൈവ്. സോ ഹൗ ടു സർവൈവ് ആൻഡ് ഹൗ ടു ബി റെസിലിയൻറ്റ് എന്നുള്ളൊരു ഒരു നല്ലൊരു ആശയം, നല്ലൊരു ടേക്ക് അവേ. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ദർ ഫോർ ഓൾ ദ പീപ്പിൾ ഹു ആർ അറ്റൻഡിങ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദം. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സൈബർ വേൾഡിലാണ് ജീവിക്കുന്നത്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സെക്യൂർ. അപ്പോൾ ബീയിങ് ഇൻ ദി ഇൻഡസ്ട്രി, സൈബർ സെക്യൂരിറ്റിയിലുള്ള ഒരാളെന്ന രീതിയിൽ ഈ സൈബർ സെക്യൂർഡ് ആണ്, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ യു ആർ ഹെൽത്തി എന്ന് സാർ എപ്പോഴാണ് പറയാം? ഇതിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഒരിക്കലും ദർ ഇസ് നത്തിങ് കോൾ 100% ഇൻ സൈബർ സെക്യൂരിറ്റി. The only thing what we can do is we can actually build or create awareness. നമ്മൾ എത്രത്തോളം അവെയർ ആവുന്നു, അതായത് നമ്മൾ ഫയറിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെയാണ്, എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം അസ്. ഓക്കെ, സോ സെക്യൂരിറ്റിയുടെ അകത്ത് യു എന്ന് പറയുന്ന ആൽഫബറ്റ്, ദാറ്റ് ഇസ് യു. ഓക്കെ, സോ ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം അസ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ബോധവൽക്കരിക്കപ്പെടുന്നു, എത്രത്തോളം അവെയറാണ്, അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഈ അപകടങ്ങളിലോ ചതിക്കുഴികളിലോ പെടാതിരിക്കുന്നത്. അപ്പം ദർ ഇസ് നത്തിങ് കോൾ 100%, ബട്ട് still you can create a lot of layers around your system, around your ecosystem. ഇന്നത്തെ ബിസിനസ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡിജിറ്റൽ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പേയ്മെന്റ് ആയിക്കോട്ടെ, ഈവൻ ഒരു QR കോഡ് ആയിക്കോട്ടെ, എൻഡ് ടു എൻഡ് നമ്മൾ എവറിത്തിങ് ഇസ് ഡിജിറ്റൽ. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ലെയേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ ലെയറിൻ്റെ എല്ലാം പുറമെ, അതിൻ്റെ എല്ലാം ബാഹ്യമായി നമുക്ക് വി ഷുഡ് ഹാവ് an awareness by ourselves. So that is something which we are trying to build, in these kind of platforms. മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ്, ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ നേരത്തെ ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കസ്റ്റമേഴ്സിനേക്കാൾ കൂടുതൽ ബിസിനസ് ഓണേഴ്സ് ഉള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവ്രിബഡി ഓൺസ് എ ബിസിനസ്. പക്ഷേ ബിസിനസ്സിൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അത് മേ ബി അവർ ഏറ്റവും ലാസ്റ്റ് തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ബീയിങ് സൈബർ സ്മാർട്ട് ഫോർ എൻ ഓൺടർപ്രണർ? ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. അതായത് നമ്മൾ കാറ് വാങ്ങുമ്പോൾ നമ്മൾ കാറിൻ്റെ അകത്ത് ബ്രേക്ക് എന്തിനാണെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ കാറ് വാങ്ങുമ്പോൾ നമുക്ക് കാറ് സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് വേണം അല്ലേ? ആ സെയിം അനാലജിയാണ് സൈബർ സെക്യൂരിറ്റി ബിസിനസ്സിൽ. നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക് ഉണ്ടെങ്കിലേ, അതായത് സൈബർ സെക്യൂരിറ്റി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഏത് സമയവും നിങ്ങളുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷനെ ബാധിക്കാവുന്ന ഒരൊറ്റ ഇൻസിഡൻറ്റ് മതി നിങ്ങളുടെ ബിസിനസ് മൊത്തമായിട്ട് തകരാൻ. അപ്പം ഇയേഴ്സ് എടുത്ത് ബിൽഡ് ചെയ്തൊരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആയിരിക്കാം, പക്ഷെ അത് തകരാനായിട്ട് ഒരൊറ്റ ഇൻസിഡൻറ്റ് മതി. ബിക്കോസ് എൻ്റെ ഒരു ഡേറ്റ, നിങ്ങൾക്ക് എല്ലാ ഓൺടർപ്രണേഴ്സിൻ്റെയും ഒരു ആഗ്രഹം എന്തായിരിക്കും? അവർക്ക് നമ്മുടെ പ്രൊഡക്ട്സ് ഏറ്റവും നല്ല നല്ല കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, എൻ്റർപ്രൈസ് കസ്റ്റമേഴ്സ്, നമ്മുടെ കസ്റ്റമർ ലോഗോസ് നമ്മുടെ ആവുക, ഇതൊക്കെ എല്ലാവരെയും സ്വപ്നമാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ ആദ്യം ആലോചിക്കുക എന്തായിരിക്കും, എൻ്റെ ഡേറ്റ എത്രത്തോളം സേഫാണ് നിങ്ങളുടെ കയ്യിൽ തന്നാൽ. ഓക്കെ, അത് ആ ഒരു സേഫ്റ്റി വേണം എന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ലെയർ ആഡ് ചെയ്യണം. സോ സൈബർ സെക്യൂരിറ്റി ഈസ് നോ മോർ എ ഗ്രോത്ത് ടാക്സ്, ഇറ്റ് ഹാസ് ടു ബി എംബഡഡ് ഇൻ ഡിസൈൻ. When you start the thought process itself, you should think about how you can make it more secure. Because ഇന്ത്യയിൽ ഇപ്പോൾ ഡേറ്റ പ്രൈവസി ലോസും DPDP ആക്റ്റും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കംപ്ലയൻസും സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സും വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്കെയില് അത്രയും സ്പീഡിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ.
ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഷീപ്പവറിൻ്റെ വെന്യൂലായതുകൊണ്ട് തന്നെ കൂടുതലും വുമൺ ഓൺട്രപ്രണേഴ്സിനെയാണ് സാർ ഇപ്പോൾ കാണുന്നതാണെങ്കിലും അവരോട് സംസാരിക്കുന്നതാണെങ്കിലും ഇതിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു വലിയ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഇപ്പോൾ ഒരുപാട് വിമൻ ഓൺലൈൻ ബിസിനസ്സസ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ബിസിനസ്സിന് ഒരു പെർട്ടിക്കുലർ ഓഫ്ലൈൻ ഷോപ്പോ ഒന്നുമില്ല, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൺലൈൻ. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സൈബർ സെക്യൂരിറ്റിക്ക് വാട്ട് ഷുഡ് ദേ ഡു, അവരാദ്യം ചെയ്യേണ്ട ആ ഒരു പ്രൈമറി സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മളൊരു സെക്യൂരിറ്റി ബൈ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വേണം അവർ ചിന്തിക്കാൻ. പണ്ട് കാലത്തൊക്കെ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, നമ്മളൊരു ഓൺലൈൻ പോർട്ടൽ ഉണ്ടാക്കി, നമ്മൾ നേരെ ബിസിനസ് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഒരു കസ്റ്റമർ നമ്മുടെ നിന്ന് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി ഒരു സംഭവം വാങ്ങുകയാണ്, അവരെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നില്ല ബട്ട് സ്റ്റിൽ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ആ ഒരു പോർട്ടൽ പോലും എക്സാക്ട്ലി ഹാക്ഡ് ആയിട്ട് വരാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് തുടങ്ങി, സേ ഫോർ എക്സാമ്പിൾ abc.com, ആ abc.comൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ കംപ്ലീറ്റ്ലി ഫിഷ് ചെയ്ത് വേറൊരു ആംഗിളിൽ വേറൊരാൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പണായി വരിക. അപ്പോൾ അത്രയും കെയർഫുൾ ആയിരിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ബൈ ഡിസൈൻ. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഈ ഓൺലൈൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ബിൽഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ മാത്രമല്ല ബാധിക്കുക, നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റയും എല്ലാം ഇറ്റ് വിൽ ബി ഇൻ ട്രബിൾ. നമ്മളിപ്പോൾ ഇട്ട എല്ലാ ഹാർഡ് വർക്കും വേസ്റ്റ് ആയി. കറക്റ്റ് അല്ലേ? നമ്മൾ യൂഷ്വലി ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ടല്ലോ ഓൺട്രപ്രണേഴ്സ്, ഇൻ കേസ് ഓഫ് ബീയിങ് സൈബർ സ്മാർട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഒരു ടോപ്പ് 2 മിസ്റ്റേക്സ് ചോദിച്ചാൽ സാർ എന്താ പറയുക? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറുടെ ഡേറ്റ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നറിയാതെ നമ്മൾ എടുത്ത് പെരുമാറുന്ന ഒരു രീതി, അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അതായത് സ്ട്രക്ചേർഡ് ആയിട്ടൊരു ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ലാതിരിക്കുകയും അത് ഡേറ്റ മിസ്യൂസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞൊരു അവയർനെസ് ഇല്ലായ്മ. അതായത് ഇതാരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമുക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോകുന്നതാണ്. നമ്മളപ്പോൾ വിചാരിക്കും ഇതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല, ഇതൊക്കെ ഏതോ വലിയ കമ്പനികളെയും അല്ലെങ്കിൽ വലിയ എയർപോർട്ടോ എയർലൈനെയൊക്കെ മാത്രം ബാധിക്കുന്ന ബാധിക്കുന്നതാണ് എന്ന് വിചാരിച്ചുള്ള ഒരു ബോധത്തിലാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് വൺസ് യു ആക്ച്വലി ഗ്രോ ടു എ സർട്ടൻ ലെവൽ, വെൻ യു ഹിറ്റ് വിത്ത് ദിസ് ദെൻ യു വിൽ റിയലൈസ് ദ ടൈം ഹാസ് ഓൾറെഡി പാസ്ഡ്. അപ്പോൾ അത് എല്ലാവരും വളരെ ലേറ്റ് ആയിട്ട് റിലീസ് ചെയ്യുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ, നൈസ് ടോക്കിംഗ് ടു യു. വീണ്ടും ഈ പറഞ്ഞ മാതിരി ഓരോ ഓൺട്രപ്രണറിനും സൈബർ സെക്യൂരിറ്റി ഏറ്റവും ബെസ്റ്റ് ആയി കൊടുത്തുകൊണ്ട് നന്നായി മുന്നേറും. താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.